വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രോഹിണി തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന അന്നദാനത്തിൽ ഓരോ ദിനം പിന്നിടുമ്പോഴും വൻ ഭക്തജന പങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. ഫെബ്രുവരി 7-ന് തൃക്കൊടിയേറി ഫെബ്രുവരി 14-ന് അതിഗംഭീരമായ എഴുന്നള്ളത്ത് ഘോഷയാത്രയും തുടർന്ന് അന്നേ ദിവസം രാത്രി 9 മണി മുതൽ തൊടുപുഴ ലോഗോവിക്സിന്റെ അടിപൊളി ഗാനമേളയോടെ ക്ഷേത്രത്തിലെ രോഹിണി തിരുനാൾ മഹോത്സവം സമാപിക്കും. രോഹിണി തിരുനാൾ മഹോത്സവത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് അന്നദാനത്തിന് പുറമെ വൈകിട്ട് സോപാന സംഗീതവും രാത്രി കുട്ടികളുടെ നൃത്ത അരങ്ങേറ്റവും ശേഷം രാത്രി 9 മണി മുതൽ തിരുവനന്തപുരം തനിമയുടെ നാടൻപാട്ട് തൃക്കൊടിയേറ്റും സ്റ്റേജിൽ അരങ്ങേറും. ഫെബ്രുവരി 10-ന് രാത്രി മയൂര കലാക്ഷേത്രയുടെ നൃത്താഞ്ജലി പ്രോഗ്രാമിന്റെ ഭദ്രദീപം കൊളുത്താനായി പ്രശസ്ത TV താരം അനുമോളും എത്തുന്നു. ബഹുമാനായ ഭക്തജനങ്ങൾ, നല്ല ഫെബ്രുവരി 7-ാം തീയതി നമ്മുടെ വടമൺ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊടിയേറി 14-ാം തീയതി രാവിലെ 11 ആറാട്ടോടുകൂടി നമ്മുടെ ക്ഷേത്രത്തിലെ പൂജകളെല്ലാം കഴിഞ്ഞ് സമാരംഭിക്കും. ഇന്നും അന്നദാനവും വൈകുന്നേരം അതിനുള്ള കഞ്ഞിസദ്യയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പൂജാ വഴിപാടുകൾ, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, പിന്നെ നല്ല പ്രസാദങ്ങളും ഉണ്ണിയപ്പം എല്ലാ പരിപാടികളും കൂടിയാണ് ഓരോ ദിവസവും. പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകളുണ്ട്, നൃത്തനാടകം, ഡാൻസ്, അങ്ങനെയുള്ള പരിപാടികളെല്ലാം നമ്മുടെ ക്ഷേത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻ തിരക്കാണ്, ഇപ്പോഴും കണ്ടില്ലേ നിങ്ങൾ, തിരക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി 2500 പേരുടെ സദ്യയാണ് ഓരോരുത്തരും അന്നദാനത്തിന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 ചൊല്ലുകളുടെ നാളായ 5 ലക്ഷം എന്ന വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം 27-ാം തീയതി കൊടിയേറി ഫെബ്രുവരി 14-ാം തീയതി അതിഗംഭീരമായ ഘോഷയാത്രയോടുകൂടി സമാപിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവം വളരെ ഗംഭീരമായി നടത്താനാണ് കമ്മിറ്റിയുടെ തീരുമാനം. അതനുസരിച്ച് 14-ാം തീയതി അതിവിശാലമായ ഭയങ്കര ഗംഭീരമായ ഘോഷയാത്ര നാട് കാണാൻ തുടങ്ങി. ജനത്തിര കൂടുതലാണ്. പായസം, പാൽപ്പായസം, ഭഗവാന്റെ 2 മണിയായി തീർന്നിട്ടില്ല. ആളുണ്ട്, ഒരുപാട് ആളുണ്ട്. ചെയ്യാനെ കൊണ്ട് എനിക്കൊരു അവസരം കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ അന്നദാനം നടന്നു, എത്ര പേര് വന്നാലും കൊടുക്കാനുള്ള ആഹാരവും എല്ലാം ആവശ്യം പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. ആൾക്കാർ വരുന്നുണ്ട്. ഇന്ന് 7 കരിയാണ് ഇട്ടത്. 7 കരിയാണ് ഇട്ടത്. ഓരോ ദിവസവും അരികൾ കൂടിയിട്ട് ആൾക്കാർ വരുന്നതനുസരിച്ച് അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് എത്ര വന്നാലും കൊടുക്കാനുള്ള ആഹാരം കറക്റ്റായിട്ട് കൊടുക്കുന്നത്. ഓരോ ദിവസവും ഓരോ സൈസ് പായസങ്ങളാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാൽപ്പായസമാണ്, നാളെ വേറൊരു പായസമായിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഉള്ള രീതിയിലാണ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്.